ഇന്ന് നമുക്ക് പൊങ്കൽ ഉണ്ടാക്കാം. പൊങ്കൽ സമയത്ത് തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്നതാ വെൺപൊങ്കലും ശർക്കര പൊങ്കലും. പൊങ്കൽ ഉണ്ടാക്കാൻ പച്ചരി, പൊന്നിപ്പച്ചരിയോ ബസുമതി റൈസ് ആയാലും മതി. മട്ടേരി വെച്ച് പൊങ്കൽ ഉണ്ടാക്കാറില്ല സാധാരണ. 1/2 കപ്പ് അരിക്ക് 1/2 കപ്പ് ചെറുപയർ പരിപ്പ്, അതായത് തൊലി ഇല്ലാത്തതാണ് നമ്മൾ പൊങ്കലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എത്രയാണോ അരി എടുക്കുന്നത് അത്രയും തന്നെ ചെറുപയർ പരിപ്പ്. ഇത് വെന്ത് വരുമ്പോൾ കൂടുതൽ കാണും. അതുകൊണ്ട് ആദ്യമായി ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കണം. ഇത് ഒരു 3 പ്രാവശ്യം കഴുകി കൊണ്ടുവരാം. കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. 1/2 കപ്പ് പച്ചരിയും 1/2 കപ്പ് പരിപ്പും. അരയും 1 കപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിന് 3.5 കപ്പ് വെള്ളം ഒഴിക്കണം. 1 ടീസ്പൂൺ നെയ്യും ഇട്ടിട്ടുണ്ട്. നെയ്യ് ഇടുന്നത് വിസിൽ കേൾക്കുമ്പം വെള്ളം പുറത്തോട്ട് ഇങ്ങനെ കളയത്തില്ല, അങ്ങനെ കൂടുതൽ കളയാതിരിക്കാൻ വേണ്ടിയാണ്. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇടണമെന്നില്ല. അടച്ചു വെച്ച് 1 വിസിൽ കേട്ടാൽ മതി. എൻ്റെ കുക്കറിൽ നല്ലതുപോലെ വെന്ത് കിട്ടും. നിങ്ങളുടെ എങ്ങനെയാണോ അതിനനുസരിച്ച്, അതായത് നല്ലതുപോലെ വെന്ത് കിട്ടണം. ഇത് നമുക്ക് അടപ്പത്ത് വെച്ച് 1 വിസിൽ കേൾക്കുമ്പം ഓഫ് ചെയ്തിടാം. വിസിലെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അതാണ്ട് വിസിലെല്ലാം പോയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒറ്റ വിസിൽ കേട്ടതേ ഉള്ളൂ. ഇതുപോലെ കുഴഞ്ഞിരിക്കണം. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ഇടാൻ വേണ്ടി പാത്രം വെച്ച് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചോണം, ഒന്ന് അകന്ന് നിൽക്കുന്നതാണ് നല്ലത്. കുരുമുളക് പൊട്ടി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പ് കാഷ്യൂനട്ട് നിറം മാറി വരുമ്പോൾ 1 പിടി കറിവേപ്പില ഇട്ട് ഇളക്കി തീ ഓഫ് ചെയ്യണം. ഉടൻ തന്നെ 1/4 ടീസ്പൂൺ പെരുങ്കായം. ആ നെയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കുമല്ലോ, ആ ചൂടിൽ എല്ലാം പെരുങ്കായം ഫ്രൈ ആയിക്കോളും. എല്ലാം കൂടെ വറുത്തിട്ട് എന്നിട്ട് ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന അരി പരിപ്പ് മിക്സിലേക്ക് ഇട്ട് ഇളക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കണം. അരിയും പരിപ്പും വേവിച്ച സമയത്ത് ഉപ്പിട്ട് വേവിച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പൊങ്കൽ റെഡിയായി. ഇനി പാത്രത്തിലേക്ക് മാറ്റാം. ഇത് സാമ്പാറും വെള്ള തേങ്ങാ ചമ്മന്തിയും കൂട്ടി കഴിക്കാം. പിന്നെ അരിയും പരിപ്പും അല്ലേ പെട്ടെന്ന് കട്ടിയാവും. ഉടനെ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ കട്ടിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്നതിന് തൊട്ടു മുമ്പ് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയാൽ മതി. ആദ്യം 1/4 കപ്പ് ഒഴിച്ച് ഇളക്കി, അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാത്രമേ ഇളക്കാവുള്ളൂ. വെള്ളം കൂടി പോവരുത്. കഴിച്ചിട്ടില്ലെങ്കിൽ 1 പ്രാവശ്യം ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി കഴിച്ചു നോക്ക്, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്